ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ള രോഗം കൊണ്ട് ബുദ്ധിമുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു രോഗിയുടെ കഥ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് നിങ്ങളോട് പറയാണ്. ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന്. ഞങ്ങൾ ഡോക്ടർമാരെ സംബന്ധിച്ച് ആകെ ഒരു ഒഴിവ് കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ച. അതന്നെ എല്ലാ ദിവസമൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. എമർജൻസി ഡ്യൂട്ടിയോ എക്സ്ട്രാ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പേഷ്യൻറ്റിന് മരുന്ന് കൊടുത്തിട്ട് പ്രയാസം കാരണവും വരുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങൾ ഡോക്ടർമാർക്ക് ഞങ്ങളെ ഫാമിലിക്ക് ഞങ്ങളെ പലപ്പോഴും നഷ്ടപ്പെടലുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ഞായറാഴ്ച ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് ചാവക്കാട് കല്യാണത്തിന് പോകണം എന്നുള്ളത്. അത് പറയാനുള്ള കാരണം ഞാൻ തൃശ്ശൂർ IES ചിറ്റിലപ്പള്ളിയിലാണ് പഠിച്ചത്. അന്ന് മലപ്പുറം ജില്ലയിൽ അത്ര തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തൃശ്ശൂർ ഹോസ്റ്റലിൽ നിന്ന് എൻ്റെ കൗമാരകാലത്ത് ഒരുപാട് കാലം ചിറ്റിലപ്പള്ളി, പാങ്ങ്, പറപ്പൂർ, ഗുരുവായൂർ, പാവർട്ടി, ചാവക്കാട് ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് എൻ്റെ കാലത്തിൽ ആ ഭാഗത്തിന് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ഫ്രണ്ട്സ് ആ ഭാഗത്തുള്ളതാണ്. അങ്ങനെ ചാവക്കാട് കല്യാണത്തിന് നേരത്തെ ഫിക്സ് ചെയ്തതാണ്. എന്ത് വന്നാലും പോകുമെന്ന് വെച്ചിരുന്നു. അന്ന് ഞാൻ എന്ത് ചെയ്തു, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒരു സ്റ്റാറ്റസ് ഇട്ടു, ചലോ ചാവക്കാട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ദിവസം എനിക്കൊരു 8-10 കോള് വന്നിട്ടുണ്ട്. ഡോക്ടർ ചാവക്കാട് എത്തിയോ, നിങ്ങൾ എവിടെ എത്തിയത് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അറിയുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പൊതുവേ പേഷ്യൻസ് വരലുണ്ട്. ഞാനാണെങ്കിൽ എപ്പോഴും അത് ഇഷ്ടപ്പെടണം. എനിക്കെപ്പോഴും ഇഷ്ടം ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാരോട് പഠിപ്പിച്ചു കൊടുക്കുക. ഞാൻ പഠിച്ചതുകൊണ്ട് ആൾക്കാർ മരുന്നൊന്നുമില്ലാതെ തന്നെ രോഗം മാറുക, അവരുടെ പ്രയാസങ്ങളൊക്കെ കേട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇഷ്ടപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ പൊതുവേ സ്റ്റാറ്റസ് ഇടലുണ്ട്. കല്യാണ വീട്ടിൽ നിന്നും അതേപോലെ തന്നെ വഴിയിൽ ഇപ്പോൾ പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ കുറേ ആൾക്കാർ സംസാരിക്കലും പരിചയപ്പെടലും ബന്ധം പുതുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ചാവക്കാട് വരിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഡോക്ടറെ കാണണം, ഞാൻ ചാവക്കാടേക്ക് വരുന്നുണ്ട് കാരണം ഞാൻ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഇവർ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറെ എവിടെത്തി അങ്ങനെ ഞാൻ കുന്നംകുളത്ത് എത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നടുത്ത് എത്തി എന്നൊക്കെ പറയുമ്പോഴും അവർ ഞാൻ നിങ്ങളെ കാണാൻ നിൽക്കുകയാണ് കേട്ടോ, ഞാൻ നിങ്ങളെ കാണാം. അപ്പോൾ എനിക്കെന്തോ പിന്നൊരു പന്തികേട് തോന്നി. കാരണം എവിടെ എത്തി, നമ്മൾ ഈ കുന്നംകുളം എത്തി അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ പറയുമ്പോൾ അവർക്ക് ആ സ്ഥലം വല്ലാതെ അറിയുന്നില്ല. അവരുടെ നാട്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ എത്തേണ്ടത്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗി ഫിഷർ എന്നുള്ള രോഗം കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കണം. നല്ല കടുത്ത പെയിനാണ് അയാൾക്കുള്ളത്. അയാളിത് ക്യാൻസറാണ്, ജീവൻ പോവുകയാണെന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. അയാൾ രാവിലെ ആരോ ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അസുഖം വന്നിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ മാറിയെന്ന് കരുതിയിട്ട് വന്ന് അത് കേട്ട് രാവിലെ ആശുപത്രിയിൽ വന്നപ്പോൾ അന്ന് ഞാനല്ല ഡ്യൂട്ടിയിലുള്ളത്. അപ്പോഴാണ് എൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ എങ്ങനെയോ കണ്ട് നമ്പറിൽ വിളിച്ചപ്പോൾ ഞാൻ എങ്ങനെയായാലും കണ്ടു എന്നുള്ള എനിക്കറിയില്ല. എൻ്റെ കണക്കിൽ ഇത് ഇങ്ങനെ കണ്ട് ഈ ചാവക്കാട് നിന്നെ പരിചയപ്പെടാനോ കാണാനോ ഉള്ള ആളാണെന്നാണ്. ഇയാളെന്താ ചെയ്തിട്ടുള്ളത്, ഞാൻ പോകുന്ന പെരിന്തൽമണ്ണിൽ എൻ്റെ പുറകെ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ കൂടെ പോന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കല്യാണം. അപ്പോൾ എനിക്ക് ഗുരുവായൂർ ഇവിടെ ചാവക്കാട് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ സംഗതി മനസ്സിലായിട്ട് അതാണെന്നുള്ളത്. അപ്പോൾ അയാളുടെ നിസ്സഹായാവസ്ഥയും ഗതികേടും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് വേറെ ഒന്നും നോക്കാമല്ല, ഇത് മിക്കവാറും ഫിഷറായിരിക്കും. പേഷ്യൻ്റ് പേടിക്കണത് ഇത് ക്യാൻസറാണെന്നുള്ളതാണ്. കാരണം ഞാൻ എൻ്റെ ഈ അനുഭവത്തിൽ ഒരുപാട് കല്യാണം കഴിഞ്ഞ സ്ത്രീകളൊക്കെ പറയും, ഡോക്ടറെ പ്രസവ വേദന അങ്ങനെ ഉണ്ടായില്ല, പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധനം വന്നിട്ടാണ് ഇപ്പോൾ വലിയ ഇടങ്ങാറ് എന്നുള്ളത്. അതേപോലെ തന്നെ ക്യാൻസറുള്ള പേഷ്യൻസ്, ആ ഒരു പേഷ്യൻറ്റിൻ്റെ അനുഭവം എനിക്ക് ഭയങ്കരമാണ്. അയാൾ പറയലുണ്ട് എനിക്കന്ന് ക്യാൻസർ വന്നപ്പോൾ എത്ര വേദന ഉണ്ടായില്ല, ഞാൻ മൂലത്തിൽ ഫിഷർ ഈ മരുന്നുകൾ നന്നായിട്ട് കുടിച്ചു. അങ്ങനെ വന്നതിന് ശേഷം മല ഉറച്ച് അവിടെ പൊട്ടി, ഞാൻ പറഞ്ഞുതരാം, വിശദമായിട്ട് പറഞ്ഞുതരാം. അങ്ങനെ ഉണ്ടായ രോഗമായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ഫിഷർ പറഞ്ഞിട്ടുള്ള രോഗം. അന്ന് അയാൾ പറഞ്ഞിരുന്നു ക്യാൻസറിൻ്റെയിലേറെ വലിയ ബുദ്ധിമുട്ട് ഈ സാധനം കൊണ്ടാണ്, ഞാൻ മലദ്വാരത്തിൽ ക്യാൻസർ ഉണ്ടെന്നാണ് കരുതിയത്. ഇത്തരത്തിൽ ക്യാൻസർ ആണോ എന്ന് പേടിച്ചു പോകുന്ന, ഭയങ്കര വേദന ഉണ്ടാവുന്ന, എല്ലാവരും പൈൽസ് എന്ന് പറയുന്ന, നല്ല ബ്ലീഡിങ് ഉണ്ടാവുന്ന, ചൊറിച്ചിലുണ്ടാകുന്ന, മലം പോവുക എന്ന് പറഞ്ഞാൽ ഒരു ഹിമാലയം കയറുന്ന ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന, മലബന്ധം നന്നായിട്ടുണ്ടായിട്ട് മലം പോകുമ്പോൾ വയറ്റുന്നൊക്കെയാണ് പോയി ക്ലോസറ്റിലൊക്കെ നീച്ചിരുന്ന് നാട് ഓടി വയറ്റുന്നാണ് പോയി കഴിയുമ്പോഴത്തേന് ആകെ എന്തോ ഒരു വല്ലാത്തതായിട്ട് വിറഞ്ഞ് പോയി ഇതായി കട്ടിലുമൊക്കെ കയറി ചന്തി പൊന്തിച്ച് കിടക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അവരുടെ ബുദ്ധിമുട്ട് ഇത് വന്നോനെ അറിയുള്ളൂ. എൻ്റെ വീഡിയോ ചിലപ്പോൾ ചിലരൊക്കെ എടുത്തിരുന്ന് ട്രോളും, എൻ്റെ കുട്ടികളെ എന്താ വെച്ചാൽ ചെയ്തോളി. അപ്പോൾ ഞാൻ വേണ്ട അറിയണില്ല, അതല്ല അപ്പോൾ ഇതൊന്ന് വന്ന് നോക്കണം, ആ വന്നോൻ്റെ ബുദ്ധിമുട്ട് അറിയണം. അപ്പോൾ എനിക്ക് ഈ കോള് കണ്ടപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, വണ്ടി അവിടെ നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു, ഇവനിതാക്കിയിട്ട് കാര്യങ്ങൾ നോക്കി. ഓനപ്പോൾ എങ്ങനെയെങ്കിലും ഇത് തുറന്നു നോക്കണം, പള്ളീൻ്റെ ബാത്റൂമിൽ വന്നിട്ട് തുറന്നു നോക്കിയാലും വേണ്ടില്ല ഡോക്ടറെ, ഞാൻ അങ്ങേയറ്റം കുടുങ്ങിക്കണം, എന്തെങ്കിലും ചെയ്ത് തരി, എന്തെങ്കിലും ഒരു സ്പ്രേ ഉണ്ടെങ്കിൽ അവിടെ അടുപ്പിച്ചിട്ട് വല്ലതും തരും, മയക്കാനുള്ള വല്ല ഗുളിക ഉണ്ടെങ്കിൽ തരും എന്നൊക്കെ പറഞ്ഞേനെ.
ആ രോഗിൻ്റെ അനുവാദത്തോട് കൂടിയിട്ടാട്ടോ അത് പറയുന്നത്. അയാൾ അത്രയും അനുഭവിച്ചിട്ടുണ്ട്. ഇതെന്താ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പച്ച മലയാളത്തിലാട്ടോ സംസാരിക്കണം. ഇതെന്താ സാധനം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും രോഗിയുടെ ഭാഷകൾ എപ്പോഴും ഉപയോഗിക്കും. അപ്പോൾ അതിലെ തെറ്റുകളൊക്കെ ഒന്ന് ക്ഷമിക്കും. ഞാൻ നിങ്ങളോട് ക്യാമറൻ്റെ മുന്നിൽ സംസാരിക്കുമ്പോഴും എൻ്റെ മുന്നിൽ ഇത് അനുഭവിക്കുന്ന ഒരു രോഗി ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഒരാൾക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവും, അല്ലാത്തവർ നാളെ ഇത് കുറേ ട്രോളാക്കിയിട്ട് ഇതിലൊക്കെ പാഞ്ഞ് കളിക്കാനുള്ള വീഡിയോ ആണ്. എന്താണെങ്കിലും പേഷ്യൻറ്റിൻ്റെ കാര്യം ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞുതരാം. ഈ പേഷ്യൻറ്റിന് മലം പോകുന്ന ഭാഗത്ത് പൊട്ടുണ്ടാവുന്ന രോഗമാണ് ഫിഷർ പൊട്ടൽ വിള്ളൽ എന്ന് അതിന് പറയാം. അങ്ങനെ മലം പോകുമ്പോൾ അവിടെ വിള്ളലുണ്ടെങ്കിൽ ആ ഭാഗത്ത് പക്ക പെയിനായിരിക്കും, നല്ല വേദനയായിരിക്കും, തലച്ചോറ്റ് കടിച്ച് കയറും. കാരണം അമ്മാതിരി ഞരമ്പുകളാണ് അവിടെ ഉള്ളത്. എന്നാൽ നേരെ മറിച്ച് ചില പൈൽസുകൾക്ക് വേദന ഇല്ല. ബ്ലീഡിങ് ഉണ്ടാവണ പലർക്കും എന്തുണ്ടാവില്ല, വേദന ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓല് പറയും ഞങ്ങൾ തിരുവല്ല, എനിക്കിപ്പോൾ ഇന്നലെ തുടങ്ങിയിട്ടല്ലേ, ഇതിപ്പോൾ വലിയ വേദനയായിട്ട് വരുന്നില്ലേ. സംഭവം അത് പൈൽസാണ്, ഇത് ഫിഷറാണ്. ഫിഷർ നല്ല വേദനയ്ക്കാരം. രോഗി പറയും ഡോക്ടറെ എന്ത് സ്കാൻ ആച്ചാൽ എടുത്തോളി, എന്ത് ഓപ്പറേഷൻ ആച്ചാൽ ചെയ്തോളി, ഇനി എനിക്ക് പിടിച്ചിക്കാൻ വയ്യ. ഇത് മാത്രമല്ല പൈൽസ് ഉണ്ടാവും എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് വരില്ല. ആദ്യം ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും, ആദ്യം മലബന്ധം ഉണ്ടാവും, പിന്നെ ഇങ്ങനെ തടിച്ച് വരും, ഇങ്ങനെ രക്തക്കൊള്ളി തടിച്ച് വരുന്ന സാധനം പൈൽസ്. ഫിഷർ അങ്ങനെയല്ല, ഓൻ അങ്ങനത്തെ ഇതിൻ്റെ മുമ്പ് ഉണ്ടായിട്ട് തന്നെ ഉണ്ടാവില്ല. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കുടിച്ചതാണ്. അങ്ങനെ വയറുറച്ചു. അപ്പോൾ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുവന്ന് എന്ത് ചെയ്തു, അതിൻ്റെ ടെൻഷന് കാരണം വയറുറച്ചു, പൊട്ടി. ഓന് പിന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ ഏറെ വലിയ പ്രശ്നം ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾ ഉണ്ടാവുന്ന സംഗതിയാണ് മലദ്വാരത്തിൻ്റെ അവിടെയുള്ള പൊട്ടൽ ഫിഷർ എന്ന് പറയുന്നത്. ഇത് വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മലബന്ധം. ഇതിൻ്റെ സിംറ്റം ഞാൻ പറഞ്ഞത് തന്നെ, പുകഞ്ഞു പോയിട്ടുണ്ടാവും, ക്യാൻസറാണ് പറഞ്ഞിട്ടുള്ള വേദന ഉണ്ടാവും, നല്ലോണം ബ്ലീഡിങ് ഉണ്ടാവും. വയറ്റിന്ന് പോയി കഴിഞ്ഞാൽ ആ രോഗി ഒരു മണിക്കൂർ എടങ്ങാറാവും. വയറ്റിന്ന് പോവാൻ 2 മണിക്കൂർ വേറെ ഇടങ്ങാറാവും. ഈ രോഗിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും അറിയോ, ഡോക്ടറെ നാളെ ഞാൻ എങ്ങനെ വയറ്റിന്ന് പോകുക എന്നുള്ളതായിരിക്കും. ഒന്ന് വയറ്റിന്ന് പോയി 2 ദിവസം മരുന്ന് കുടിച്ചിട്ട് ഇത് മാറി സ്വസ്ഥമായിട്ട് വയറ്റിന്ന് പോയാൽ രോഗി വന്നൊരു കെട്ടിപ്പിടിക്കലുണ്ട്. അതൊക്കെ ശരിക്കും അനുഭവിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ സീതാ ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതനുഭവിച്ച് വേദന സംഹാരികളും കുത്തിപ്പിടിച്ച് ഏത് ഓപ്പറേഷൻ ആച്ചാൽ ചെയ്തോളൂ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെടണമല്ലേ, ചെയ്തിട്ട് പിന്നെയും വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരക്കാരോട് പറയാതെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് വരില്ല. നല്ലോണം വെള്ളം കുടിക്കുക, പച്ചക്കറികൾ കഴിക്കുക, പഴങ്ങൾ കഴിക്കുക, വ്യായാമം ചെയ്യുക, കോഴിമുട്ട പരമാവധി ഒഴിവാക്കുക, കോഴി ഒഴിവാക്കുക, ഫ്രോസൺ ഫുഡുകൾ ഒഴിവാക്കുക, ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, ടോയ്ലറ്റ് പോകുന്നത് സമയമായാൽ പോവുക, മുറുക്കി പിടിച്ചിരിക്കാതിരിക്കുക, അനാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ മുക്കി കളയുന്ന പരിപാടി ഒഴിവാക്കുക, നല്ലോണം നല്ല സ്പീഡിൽ ആ ടോയ്ലറ്റിൻ്റെ ഇതില്ലേ ഫൗസറ്റ് നമ്മളുടെ അതിൻ്റെ പൈപ്പില്ല അതൊക്കെ ഇങ്ങനെ അടിച്ച് ക്ലീനാക്കുന്ന പരിപാടി ഒഴിവാക്കുക, മലം പിടിച്ചിരിക്കുന്ന പരിപാടി ഒഴിവാക്കുക, മദ്യപാനം ലഹരികൾ ഒഴിവാക്കുക, ഉറക്കമൊഴിക്കുന്ന പരിപാടി ഒഴിവാക്കുക, അനാവശ്യമായിട്ട് മരുന്ന് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക, വ്യായാമം നന്നായിട്ട് ചെയ്യുക, നല്ലോണം വെയിൽ കൊള്ളുക, നല്ലോണം വെള്ളം കുടിക്കുക, ഭക്ഷണം സമയത്ത് കഴിക്കുക. ഈ 15 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഈ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് പോവാം. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം. ഒരു വട്ടപാത്രം എടുക്കുക, കുട്ടികളെ തൊട്ടിൻ്റെ അടിയിലൊക്കെ വെക്കുന്ന ഉയരം കുറഞ്ഞ വട്ടം കൂടിയിട്ടുള്ള പാത്രമല്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ചെമ്പട്ടി എന്നൊക്കെ പറയണേ, അതിൻ്റെ ഒരു 1/4 ഭാഗം എടുക്കുക, ഇളം ചൂടുവെള്ളം എടുക്കുക, അതിലൊരു 4 സ്പൂണ് കല്ലുപ്പ് ഇടുക, എന്നിട്ട് അതിലിരിക്കുക, ചന്തി വെച്ചിട്ടിരിക്കുക, മണി അതിൽ തട്ടാതിരിക്കണം, നല്ല ചന്തി മൂലം അവിടെ നന്നായിട്ട് തട്ടുക. അവിടെയുള്ള ഇൻഫെക്ഷൻ പോകാനും വേദന മാറാനും ബ്ലീഡിങ് നിൽക്കാനും പ്രശ്നങ്ങൾ തീരാനും ഉള്ള പണിയാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കുന്നംകുളത്തൊരു ഹോട്ടലാണ് അന്ന് എടുത്തത്. ഒരു വട്ടപാത്രം വാങ്ങി, ഇതും വാങ്ങി, അവിടുന്ന് കിട്ടിയ മരുന്ന് കൊടുത്ത് ഒരു ഓയിൻമെൻറ്റ് തേച്ച് കൊടുത്തു. അയാൾ പറഞ്ഞ വാക്കുണ്ട്, സ്വർഗം കണ്ടുക്കണു ഡോക്ടറേ എന്നുള്ളത്. കാരണം അങ്ങനത്തെ ഇത് എല്ലാ ഡോക്ടർമാർക്ക് കേൾക്കുമ്പോൾ ഇതൊരു പുത്തിരി ആവില്ല. സാധാരണക്കാരന് ഇത് കേൾക്കുമ്പോൾ ഇത് ശരിക്കും വിശ്വസിക്കുക പോലും ഇല്ല. അത് അനുഭവിച്ച ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയോ, സ്വർഗം കണ്ടിട്ടുണ്ടാവും. കാരണം അങ്ങനെ വേദന മാറുമ്പോൾ കിട്ടണ ആ സുഖമുണ്ട്. ഞാനപ്പോൾ അതിനൊരു ഓയിൻമെൻറ്റ് തേച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഇങ്ങനെ വെള്ളത്തിൽ ഇരിക്കാൻ പറയും. ഇങ്ങനെ ഈ വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇരിക്കുക, ഇങ്ങനെ ദിവസം ഒരു 3 പ്രാവശ്യം ഇരിക്കുക. എന്നിട്ട് ശോധന ശരിയാക്കും, ദഹനം ശരിയാക്കും, പൊട്ടിയ മുറിവ് ഉണക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ ആയാൽ തന്നെ ഇത് മാറും. ഇതിന് ഓപ്പറേഷൻ ചെയ്ത് വല്ലാതെ പേടിച്ച് ബേജാറാകൊന്നും വേണ്ട. ജീവിതശൈലിയിലും ഭക്ഷണത്തിലും വ്യായാമത്തിലും ശരീരത്തിൻ്റെ ബയോളജിക്കൽ ക്ലോക്ക് ശരിയാക്കി എടുക്കും ചെയ്ത് കഴിഞ്ഞാൽ മതി. ഞാൻ എപ്പോഴും ഇത്തരം രോഗികൾക്ക് ഇത് റിക്കറൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ അപ്പോൾ ചികിത്സിച്ച് മാറ്റലാണ്. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഇത് മാറ്റാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയുള്ള ചികിത്സയാണ് ചെയ്യൽ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് ലോകത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. നമ്മൾ വിവിധ മെഡിക്കൽ കോളേജുകളിലുള്ള പഠനങ്ങളും
അതുപോലെ തന്നെ വിവിധ കമ്പ്യൂട്ടറുകളിലുള്ള ഇൻ്റർനെറ്റിലുള്ള അറിവുകളും വിവിധ പ്രബന്ധങ്ങളും ഇന്ന് മെഡിക്കൽ ബുക്കുകളിലുള്ള മുഴുവൻ അറിവുകളും ചേർത്തിട്ട് നമ്മളിതിന് നിങ്ങളെ ഓരോ രോഗങ്ങൾ മല ഉറക്കുന്നുണ്ട്, ഇന്ന മരുന്ന് കുടിച്ചു, ഇന്നതാണ് ഉണ്ടായത്, ഇന്നതാണ് ഉണ്ടായി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ അപഗ്രഥിച്ചിട്ട് നിങ്ങളെ രോഗം എന്താണെന്നും ഇതിനെന്താ ചെയ്യേണ്ടതെന്നും ഏത് മരുന്നാണ് കഴിക്കേണ്ടതെന്നും ഏത് ഭക്ഷണം കഴിക്കേണ്ടതെന്നും ഏതാ കഴിക്കാൻ പാടില്ലാത്തതെന്നും ഏത് മരുന്ന് ഏത് ഡോസിൽ എത്ര റിപ്പീറ്റ് കൊടുക്കണമെന്നും വരും. അപ്പോൾ ഡോക്ടർക്ക് ഈസി ആയിട്ട് ചികിത്സിക്കാൻ പറ്റും. അങ്ങനെ ജർമ്മൻ പൊട്ടൻസി മരുന്ന് ഉപയോഗിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ആയിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാര്യകാരണ സഹിതം ഇല്ലാതാക്കിയാൽ ആ വേദനകൾ മാറ്റിയെടുത്താൽ ഒരു പ്രശ്നമില്ലാതെ സുന്ദരമായിട്ട് വേദനകളില്ലാതെ ഫിഷർ ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, ഈ ബുദ്ധിമുട്ടുകളുകൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. നിങ്ങളുടെ രോഗം വേഗം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. കേട്ടോ.